തമിഴ്നാട്ടിൽ രാഷ്ട്രീയപരമായി വലിയ ട്വിസ്റ്റ്. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ട്വിസ്റ്റ് ഉണ്ടാക്കിയത് ദളപതി എന്ന് ഫാൻസുകാർ വിശേഷിപ്പിക്കുന്ന വിജയാണ്. തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുമായി വിജയ് എത്തി. തമിഴക വെട്രിക്കഴകത്തിന് തമിഴ്നാട്ടിൽ ഇതുവരെ ഇല്ലാത്ത, MGRന് ശേഷം, ജയലളിതയ്ക്ക് ശേഷം, വിജയകാന്തിന് ശേഷം ഇതുവരെ ഇല്ലാത്ത ഒരു സ്വീകരണവും ലഭിച്ചു. മക്കൾ നീതി മയ്യവുമായി കമൽഹാസൻ എത്തിയിട്ടും ഇത്ര സ്വീകരണം ലഭിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. എന്തായാലും വിജയ് തമിഴക വെട്രിക്കഴകം നേതാവായി വിരിഞ്ഞങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു കരൂർ ദുരന്തം ഉണ്ടാകുന്നത്. കരൂരിൽ വിജയ് കാണിച്ചത് തെണ്ടിത്തരമാണെന്ന് പരമാവധി എല്ലാവർക്കും, ചിന്തിക്കാൻ കഴിയുന്ന പരമാവധി എല്ലാവർക്കും അറിയാം. സമ്മേളനം നടക്കുമ്പോൾ താമസിച്ചു വരിക എന്നുള്ളത് വിജയുടെ പ്രത്യേകതയാണ്. കരൂരിൽ 4 മണിക്കൂർ താമസിച്ചാണ് ദളപതി എത്തിയത്. അവിടെ വലിയ ദുരന്തം ഉണ്ടായി. അത് ഇന്ത്യ ഒട്ടാകെ അറിയുകയും ചെയ്തു. എന്തായാലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ നേതാവിനെതിരെ കേസെടുക്കാനുള്ള പരിമിതി തമിഴ്നാട് സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ സ്റ്റാലിൻ നിയോഗിച്ചു. വിജയ് ഇതുവരെ പറഞ്ഞുകൊണ്ട് നടന്നത് BJP വിരുദ്ധ, DMK വിരുദ്ധ രാഷ്ട്രീയമായിരുന്നു. പക്ഷേ ഈ സംഭവത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചതോടെ വിജയ്ക്ക് സമനില തെറ്റിയ വിജയ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് NDA കൂടാരത്തിലാണ്. AIDMK നേതാവ് എടപ്പാളി പളനിസ്വാമി അടക്കം വിജയെ വിമർശിച്ചപ്പോൾ വിജയ്ക്ക് എത്താൻ പറ്റിയ മണ്ണ് NDA ആണ്. BJPയുമായി ഒരു സഖ്യം, അതാണ് വിജയ് ഇപ്പോൾ ശ്രമിക്കുന്നത്. വിജയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ പറഞ്ഞ വാക്കുകൾ വിഴുങ്ങാൻ അദ്ദേഹത്തിന് നിഷ്പ്രയാസം കഴിയും. കാരണം ഒരു PR ടീമാണ് വിജയെ നിയന്ത്രിക്കുന്നതും വിജയെ സമ്മേളന സ്ഥലത്ത് എത്തിക്കുന്നതും. കരൂരിൽ വിജയെ കാണാൻ നിരവധി പേർ കാത്തു നിന്നപ്പോൾ വിജയ് എത്തിയത് 4 മണിക്കൂറുകൾ കഴിഞ്ഞ്. സ്വാഭാവികമായും 8 മണിക്കൂറാണെന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. പക്ഷേ പോളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന സൂചന 4 മണിക്കൂർ കഴിഞ്ഞാണ് ഇയാളെത്തിയപ്പോൾ ജനങ്ങൾ തിക്കിത്തിരക്കി. ജനങ്ങൾ വലിയ ഒരു ദുരന്തത്തിലേക്ക് പോയി. ഇപ്പോൾ ആ മനുഷ്യ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ സംരക്ഷണം വിജയ് ഏറ്റെടുത്തിരിക്കുന്നു. അതാണ് ഏറ്റവും രസകരമായ വർത്തമാനം. അപകടം നടന്നപ്പോൾ വിജയ് സംഭവ സ്ഥലത്ത് നിന്ന് ഊരി നേരെ അങ്ങ് ചെന്നൈയിലേക്ക് പോയ വിജയ് ദിവസങ്ങളോളം മിണ്ടാതിരുന്നു. അപകടം സംഭവിച്ചത് വിജയ്ക്ക് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. പിന്നീട് വിജയ് രണ്ടും കൽപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയായിരുന്നു. കരൂർ മുൻ മന്ത്രിയും DMK നേതാവുമായ സെന്തിൽ ബാലാജിയുടെ തട്ടകമാണ്. സെന്തിൽ ബാലാജി ആ സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ദുരന്തം ഇതിനപ്പുറം പോകുമായിരുന്നു. കരൂരിൽ മരിച്ചവരുടെ സംഖ്യ ഉയരുമായിരുന്നു. എന്തായാലും വിജയുടെ തനിക്കോണം ലോകമറിഞ്ഞു. ഇത്രയും ദുരന്തം ഉണ്ടായപ്പോൾ തൊട്ടടുത്ത ഒരു ലോഡ്ജിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ഒരു 5 ഹോട്ടലിൽ താമസിച്ച ശേഷം വിജയ്ക്ക് കാര്യങ്ങൾ ഡീല് ചെയ്യാമായിരുന്നു. ദുരന്തം നടന്നപ്പോൾ അദ്ദേഹം ചെയ്തത് നേരെ വണ്ടി പിടിച്ച് വിമാനത്തിൽ കയറി നേരെ അങ്ങ് ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു. ഇതാണോ വിജയ് രാഷ്ട്രീയമെന്ന് തമിഴ് മക്കൾ ചോദിക്കുന്നു. ചിന്തിക്കുന്ന തമിഴ് മക്കൾ ചോദിക്കുന്നു. ഇപ്പോൾ BJPയുടെ ഘടകകക്ഷിയാകാൻ നടക്കുകയാണ് തമിഴക വെട്രിക്കഴകം നേതാവായ വിജയ്.
BJPയുടെ ഘടകകക്ഷിയായി കഴിഞ്ഞാൽ CBI അന്വേഷണം നടക്കും. CBI അന്വേഷണത്തിൻ്റെ പേരിൽ വരുന്ന തെരഞ്ഞെടുപ്പ് വരെ മുഖം രക്ഷിക്കാൻ വിജയ്ക്ക് ആകും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2026 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് മാമാങ്കം നടക്കും. തമിഴ് മക്കളെ മണ്ടരാക്കിക്കൊണ്ട് വിജയ് വീണ്ടും എത്തും. ഇയാൾക്ക് പ്രസംഗിക്കാൻ അറിയില്ലെന്ന് എഴുതി വെച്ച വാക്കുകളാണ് പറയുന്നത്. ഇയാളുടെ സിനിമാ അഭിനയം അതീവ ബോറാണ്. പക്ഷേ തമിഴ്നാട്ടുകാർക്ക് അതൊരു ഹരമാണ്. രജനീകാന്തിന് തുല്യം താരപദവി ഇല്ലെങ്കിലും തൻ്റെ താരപദവിയുടെ പരിവേഷം ഉപയോഗിച്ച്, രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ നടൻ വിജയ് തന്നെയാണ്, ആ പരിവേഷം ഉപയോഗിച്ച് തമിഴരെ മണ്ടന്മാരാക്കാൻ ഈ നടൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിജയ് NDA സഖ്യത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത. ആ വാർത്ത തമിഴ് മക്കളെ മണ്ടന്മാരാക്കുന്ന വാർത്തയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ചിന്തയ്ക്ക് പ്രസക്തിയില്ല, വികാരത്തിനാണ് പ്രസക്തി. തമിഴ് മക്കളുടെ വികാരം മുതലെടുക്കുകയാണ് വിജയ് എന്ന നേരും നിറയും കെട്ട നടൻ, നേരും നിറയും കെട്ട നേതാവ്, നേരും നിറയും കെട്ട മനുഷ്യൻ.